വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ദിവസങ്ങളിൽ എപ്പോഴും വ്ളോഗ് ഇടുന്നത് ഭയങ്കര കുറവാണ്. ലൈക്ക് ഒരു മാസം ഒരു വ്ളോഗ് ഇട്ടാൽ മേ ബി നെക്സ്റ്റ് മന്ത് ഒന്നും കാണത്തില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഐ ഓണസ്റ്റ്ലി ഡോണ്ട് നോ വൈ. ഇറ്റ്സ് മെയിൻലി ബിക്കോസ് കോളേജൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ആൻഡ് എക്സാംസ് ദിസ് ടൈം എക്സാം വന്നപ്പോൾ ഞാൻ ഭയങ്കര ഇന്നാക്റ്റീവായി. എനിക്ക് ദിസ് ടൈം ഐ വാസ് ഏബിൾ ടു സ്കോർ ലൈക്ക് 80ൽ 76, 72, 70 അങ്ങനെ ഗുഡ് മാർക്സ്. ലൈക്ക് everything was much better than my Sem 3യുടെ മാർക്സ്. ഇത് Sem 4ൻ്റെ ഇൻറ്റേർണൽസ് ആണ്, മെയിൻ എക്സാം അല്ല. ബട്ട് എനിവേസ് Sem 3യുടെ ഇൻറ്റേർണൽസ് വെച്ച് നോക്കുമ്പോൾ ഈ മാർക്സ് ആ ലൈക്ക് സോ ഗുഡ്. എനിക്ക് 76 on 80 ഒക്കെ എന്തുവാ കോളേജിൽ 70 അപ്പോൾ കിട്ടിയിട്ട് പോലും ഇല്ല. സോ ഇറ്റ്സ് ലൈക്ക് Sem 4ലാണ് ഞാനത് റോക്ക് ചെയ്തത്. ബിക്കോസ് ഞാൻ യൂട്യൂബും ഒന്നും അങ്ങനെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരുന്നു കാണാം. ബിക്കോസ് എഡിറ്റിങ്ങിന് കുറേ ടൈം എടുക്കും. സോ എഡിറ്റിങ്ങിനൊക്കെ ഇപ്പോൾ എനിക്ക് എക്സാം ടൈമൊക്കെ ഞാൻ എന്തൊക്കെയോ വ്ളോഗ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റിങ്ങിന് എടുക്കുന്ന ടൈം വിൽ ബി ദ സെയിം ആസ് പഠിക്കാൻ എടുക്കുന്ന ടൈമും. എഡിറ്റിങ് അത്രയും എടുക്കത്തില്ല, പക്ഷെ എന്നാലും കണ്ടിന്യൂസ് 2 hours എങ്കിലും എഡിറ്റ് ചെയ്യണം. ആ 2 hours എനിക്ക് പഠിക്കാൻ കിട്ടിയാൽ ഐ ബി ഏബിൾ ടു ലൈക്ക് സ്റ്റഡി സോ മച്ച്. സോ അതൊക്കെ കാരണമാണ് ഐ വാസ് നോട്ട് ഏബിൾ ടു അപ്ലോഡ് കുറേ വ്ളോഗ്സ്. പക്ഷേ എന്നാൽ ഞാൻ കോളേജിൽ പോയിട്ടുള്ള ലാസ്റ്റ് മന്തൊക്കെ ഐ ടുക്ക് മെനി വ്ളോഗ്സ്. ലൈക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ചെയ്യാറുണ്ടായിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫ്രീ ടൈമും പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഹാങ് ഔട്ട് അതും ഇതൊക്കെ. അങ്ങനെ അതൊന്നും അപ്ലോഡ് ആയില്ല. സോ ഈ വീഡിയോയിലൂടെ ഐ എം അപ്ലോഡിങ് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ഞാൻ ഫോക്കസ് ആണോ? എൻ്റെ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ഇവിടെ ഹലോ കിറ്റി ഉണ്ട്, മിസ് ഹലോ കിറ്റി. എന്തായാലും ഇനി അങ്ങോട്ട് വെക്കേഷനാണ്. സോ ഐ ഡിസൈഡിങ് ടു ബി മോർ ആക്റ്റീവ്. ഒരു 1 month അറ്റ്ലീസ്റ്റ് 5 വ്ളോഗ്സ് എങ്കിലും ഇടണം. ഷോർട്സ് വീഡിയോയിൽ ഡാൻസ് വീഡിയോ ഇടുമ്പോഴായിരിക്കും കുറച്ച് പേരെങ്കിലും കാണുന്നതും അതിന് കുറേ കമൻസ് ഒക്കെ വരും. അപ്പോൾ ഐ എം ഡിസൈഡിങ് ടു ലൈക്ക് കുറച്ച് ഡാൻസ് വീഡിയോസൊക്കെ എടുത്ത് ഈ വെക്കേഷൻ ഒന്നൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കാം. ബിക്കോസ് ഐ റിമെമ്പർ ലാസ്റ്റ് വെക്കേഷന് April and May 2 മാസം കൂടെ ചേർത്ത് ഐ ഗോട്ട് 2 infections. ഏപ്രിലിൽ എനിക്ക് കിട്ടിയ ഇൻഫെക്ഷൻ എനിക്ക് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ദാറ്റ് തിങ് ഇസ്. ഒരിക്കൽ ഐ വെൻറ്റ് ടു പ്ലേ ഫുട്ബോൾ വിത്ത് മൈ സിസ്റ്റർ ടർഫിൽ. ആ ടർഫിൽ ഞാൻ വീണു, നല്ല പോലെ വീണു. അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് എനിക്ക് വയ്യ. അത് ടർഫിൽ കളിച്ചുകൊണ്ടാണോ അതല്ലാതെ നോർമലി ഒരു ഇൻഫെക്ഷൻ കിട്ടിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇറ്റ് ക്യാൻ ബി ടർഫിൽ കളിച്ച് വീണുകൊണ്ട് എനിക്കറിയത്തില്ല. പ്രോബബ്ലി ഐ ഗോട്ട് എൻ ഇൻഫെക്ഷൻ കോൾഡ് എക്സാന്തയം. അത് ഫുൾ ബോഡി റെഡ് ആക്കി ആൻഡ് ഐ കുഡൻ മൂവ് മൈ ലോവർ ബോഡി ഫോർ ലൈക്ക് 2 weeks. അങ്ങനെ ദാറ്റ് ഈസ് ഹൗ ഐ ക്യാൻ റിമെമ്പർ മൈ ഏപ്രിൽ മിഡിൽ തൊട്ട് എൻഡ് വരെ ലാസ്റ്റ് ഇയർ. ദിസ് ടൈം ഏപ്രിലും മെയിലും മാർച്ചിലും ഒന്നും എനിക്കൊരു ഇൻഫെക്ഷൻ ഒന്നും കിട്ടാതെ പോകട്ടെ. ഐ ഷുഡ് ബി ഫിസിക്കലി റിയലി ആക്റ്റീവ്. ഞാൻ ഈ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ഇപ്പോൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ വാമപ്പ് ഒക്കെ ചെയ്യൂ. ബട്ട് അല്ലാതെ തന്നെ ഐ ഷുഡ് ബി ഡൂയിങ്. എൻ്റെ തന്നെ ചാനൽ ഏറ്റവും വ്യൂ ഉള്ള വീഡിയോസ് ഡെഫിനറ്റ്ലി എൻ്റെ ഇപ്പോഴത്തെ ഹൗ ടു ഡു സ്പ്ലിറ്റ്സ് വീഡിയോ. സോ അതുപോലെ ഐ റിയലി വിഷ് ടു ഡു മോർ. പക്ഷേ അതിപ്പോൾ എനിക്ക് ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ ലോസ്റ്റ് മൈ ഫ്ലെക്സിബിലിറ്റി. കംപ്ലീറ്റ്ലി അല്ല, ബട്ട് 80% I lost my flexibility, and that is really bad. Like if you are doing gymnastics and അത് കുറേ വർഷം ചെയ്തില്ല, you will lose your flexibility. പക്ഷേ അതങ്ങനെ കളയരുത്. You should always ഡെയിലി ചെയ്താലേ ആ ഫ്ലെക്സിബിലിറ്റി ഇരിക്കും. ബിക്കോസ് ഫ്ലെക്സിബിലിറ്റി ദൈവം എല്ലാവർക്കും കൊടുക്കത്തില്ല. not every human being has that flexibility, flexible body ഉണ്ടാവണമെന്നില്ല. പക്ഷേ I have, and I kind of like I'm wasting it ഇത്രയും വർഷം. ഒരു 15 years ഒക്കെ തൊട്ട് ഐ ഡിഡ് നോട്ട് ഡു എൻ്റെ ജിംനാസ്റ്റിക്സ് എക്സസൈസസ് ഒക്കെ. ആൻഡ് നൗ I'm 19. ഒരു 3.5-4 years ഞാൻ ഒന്നും ചെയ്തില്ല. ദാറ്റ് ഈസ് സംതിങ് ഐ ഡു റിഗ്രറ്റ്. പക്ഷേ ഇറ്റ്സ് ബിക്കോസ് ഓൾസോ ഐ ഡിഡ്ന്റ് ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈമും ഇല്ലായിരുന്നു എനിക്ക് ഇതിനോട് തിരിച്ചൊരു കംബാക്ക് പോലെ പോകാനും. അതൊക്കെ മൊത്തത്തിൽ ഒരു കംബാക്ക് പോലെ പോകണമെങ്കിൽ ജിംനാസ്റ്റിക് ക്ലാസ്സിനൊക്കെ പോകണം. പിന്നെ കോളേജൊക്കെ ആയതുകൊണ്ട് ഞാൻ പോവാത്തതാണ്. ഇപ്പം എനിക്കിപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ട്. ബട്ട് ഐ എം ഫീലിംഗ് ലൈക്ക് ഐ എം ടു ഓൾഡ് ടു ഗോ ബാക്ക്. സോ ഈ ക്യാമറയിൽ കൂടെ തന്നെ കാണാം ഹൗ ടാൻഡ് മൈ ഫേസ് ഇസ് ലുക്കിംഗ് ബിക്കോസ് ഓഫ് കോളേജ്. എൻ്റെ ഫേസ് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നപ്പോഴത്തേക്ക് ഐ വെൻറ്റ് ഫോർ എ റിസർച്ച് ഫേസ് വാഷിന് വേണ്ടിയിട്ട്. ആൻഡ് ഐ കെയിം ടു നോ അബൌട്ട് ദി മാമ എർത്തിൻ്റെ ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ്. So Mama Earth's face wash is not just another face wash. It's co-created with top dermatologists and it is totally fragrance free and it is made safe. I use it and I've been loving it. My skin is feeling little more happier. The exam days my face was
ഭയങ്കര unhealthy looking, and this face wash actually help me that my skin barrier okay. The chia seeds in this total game changer. They lock in moisture without making your skin greasy, and ceramides, they help repair the skin barrier, so it's not just clean, it's actually protected. So ഇതിൻ്റെ മോയ്സ്ചറൈസർ കോംബോ ആയിട്ടുള്ളതിൻ്റെ വൺ വാഷിലൂടെ തന്നെ മൈ സ്കിൻ ഫീൽ സൂപ്പർ ഹൈഡ്രേറ്റഡ് ആൻഡ് ഫ്രഷ്. ലൈക്ക് ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ടൈറ്റ് ഓർ സ്ട്രിപ്റ്റ്, ഒരു ഇറിറ്റേഷനോ ഒന്നും തരാത്തൊരു ഗുഡ് ഫേസ് വാഷ് ആണിത്. ആൻഡ് ഇത് ഭയങ്കര ഹെൽത്തി ഫീലും തന്നെ. ഇറ്റ്സ് ബേസിക്കലി ഫോർ ദി നോർമൽ ടു ഓയിലി സ്കിൻ, ദാറ്റ് ഈസ് മൈ സ്കിൻ. മോയ്സ്ചറൈസർ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. സോ എനിക്ക് രണ്ടിൻ്റെയും കോംബോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, വിച്ച് ഇസ് മേക്കിംഗ് മൈ സ്കിൻ ഫീൽ സോ ഫ്രഷ് ആൻഡ് ഹെൽത്തി. ഐ ബീൻ യൂസിങ് ദ മോയ്സ്ചറൈസർ ടു. ഇറ്റ്സ് ലൈറ്റ്, നോൺ സ്റ്റിക്കി ആൻഡ് ഗിവ്സ് മീ ദ dewy but not oily vibe. Perfect base for makeup. You can also use my coupon code Hansika2025 to get a 20% off on Mamaearth website and app. It's like they look like siblings. It's like ഞാൻ ഇഷാനി ഇങ്ങനെ കോമഡിക്ക് ഇങ്ങനെ പറയും, ഇഷാനി ഈസ് ബഡേ കാർത്തിക്, ഐ എം ചോട്ടെ കാർത്തിക്. സോ ദേ ലുക്ക് ലൈക്ക് ദർ സിബ്ലിങ്സ്. അപ്പോൾ ദിസ് ടൈനി ഡുവോ ഹാസ് ട്രൂലി ഏൺഡ് എ സ്പോട്ട് ഇൻ മൈ സ്കിൻ കെയർ റൊട്ടീൻ. ആൻഡ് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഇന്ന് ഭയങ്കര ഹാർഷ് സ്മെല്ലോ ഒന്നുമില്ല. ഇറ്റ് ജസ്റ്റ് ഫീൽസ് സൂപ്പർ ഹെൽത്തി ആൻഡ് നൈസ്. So if you guys are going through a skin situation and want to check these products out, do check out the links that I have added on my description. അവിടെ ഞാൻ എല്ലാ ലിങ്ക്സും അവിടെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തേക്കുവാണ്. ആൻഡ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് നിങ്ങൾ ഈ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തിട്ടുണ്ടോ, or wish to try it, or if you guys want me to review any other skincare stuff, do let me know in the comments. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് വെളിയിൽ പോകും. അതിന് വേണ്ടി I'll be straightening my hair. എനിക്കിന്ന് ബേസിക്കലി ഐ ലൈക്ക് ടു സ്ട്രൈറ്റൻ മൈ ഹെയർ. പിന്നെ എനിക്കൊരു ഷൂട്ടും കൂടെ ഉണ്ട്. സോ അതിന് വേണ്ടി ഐ എം ഗോണ സ്ട്രൈറ്റൻ മൈ ഹെയർ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകും. ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സിലേക്കുള്ള പോർഷൻ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇന്ന് നമുക്ക് ഇതാണ് ഫെസ്റ്റാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു കോളേജ്. ആൻഡ് ഞാനിവിടെ ഇപ്പോൾ ലുലുവിലാണ്. ഐ എം അറ്റ് ഹാംലീസ് ഒന്നും മേടിക്കത്തുന്നില്ല. ജസ്റ്റ് വിൽ വാച്ച് ഓൾ ദീസ് ടോയ്സ് ആൻഡ് സ്റ്റഫ്. എന്നിട്ട് ഞാൻ പണ്ട് പ്ലഷി ഏരിയ പോകുമ്പോൾ യൂസ് ടു ബി ഹലോ കിറ്റി. ഇപ്പോൾ ഹലോ കിറ്റി ഒന്നുമില്ല. പഠിച്ചൊക്കെ നമ്മളിങ്ങനെ നോക്കുക എന്തൊക്കെ ഉണ്ട് ഇവിടെ, എന്തൊക്കെ പണ്ടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ. ഹായ്, വരുന്നോ? ഹായ്, കോളേജൊക്കെ കഴിഞ്ഞു അമ്മാവൻ. കോളേജ് കഴിഞ്ഞ് ഞാൻ 3rd year ആകുന്നു. ഐ മീൻ ഐ കാണ്ട് ഈവൻ അക്സെപ്റ്റ് ദാറ്റ്. ഇന്നാലാണ് ഞാൻ 12th കഴിഞ്ഞതല്ലേ അല്ലേ? 2 വർഷം. But it doesn't feel like. Yeah, I know, right? എന്താ പറയുന്നത്? ഹായ്. ഷോ ഭയങ്കര മീ വിത്ത് ബരത്ത്. ജൂനിയർ ആണ്, ഫസ്റ്റ് ഇയർ ആണ്, സെക്കൻഡ് ഇയർ ആണ്, 3rd year ആണ്. പാസ് ഔട്ട് ആയില്ല, ഇപ്പൊ ആവും പതുക്കെ. ശരി ഗൈസ്, നമ്മുടെ 4th contestant വന്നു. ഹലോ നൈന ജി. Don't call me G. Okay, Naina. Hello. I like your hairstyle. ഒന്ന് കാണിച്ചേ. She cut her hair and it looks much better on her. നല്ല പോലെ ചേരുന്നുണ്ട്. എനിക്ക് മാത്രം ഷോർട്ട് ആയിട്ട് ചേരില്ല ഗൈസ്. It suits her very nice. ക്ലിപ്പൊക്കെ കാണിച്ചേ. Cute. Okay, full outfit കാണിച്ചേ. ഞാൻ വെച്ചു നൈന ജി. Show your house. Sorry, എൻ്റെ ഔട്ട്ഫിറ്റ് സ്ത്രീ. അവിടെ ബോയ്സ് ഷോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം ഗൈസ്. ഹൻസിക എനിക്ക് ഫെയർവെല്ലിന് വേണ്ടി ഡ്രസ് ചൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. സോറി, അതൊന്ന് മാറി. ഞാൻ പാൻറ് നോക്കുക. ഹെൽപ്പ് മീ. നമുക്ക് നോക്കാം. ഞാൻ വെച്ച് കുട്ടിയുടെ ഉടുപ്പ് നരങ്ങിരിക്കുവാണെന്ന്. പക്ഷെ നരങ്ങിരിക്കുമല്ല, ഡിസൈനാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്താ പുതിയ ഡിസൈനാണോ? ഇതെവിടെ നിന്നായി ഉടുപ്പ്? ടഫ് ഷോപ്പിംഗ്. അവിടെ ഒരാള് അച്ഛാ ഭയങ്കര. നമ്മുടെ കൂടെ ഒരുത്തരും കൂടെ ഉണ്ടായിരുന്നല്ലോ, പോയല്ലേ? നമ്മൾ യൂഷ്വലി വെബ്സൈറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും നോക്കാൻ വരുമ്പോഴത്തേക്ക് വി മൈ നോട്ട് ഫൈൻഡ് സംതിങ്. പക്ഷെ വെറുതെ വരുമ്പോഴത്തേക്ക് ലോഡ് ഓഫ് കളക്ഷൻ. ഞാൻ അടുത്ത് പറയും അമ്മ എനിക്ക് അത് വേണം ഇത് വേണം. യൂഷ്വലി ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് നോക്കാൻ വന്നതൊന്നും അല്ല. ഐ വാസ് കെയിം ടു ലുക്ക് ഫോർ ഒരു മറ്റേ ലൂസ് ടൈപ്പ് സ്റ്റോക്ക്. അങ്ങനത്തെ ഒന്നും കിട്ടില്ല. പക്ഷെ അല്ലാതെ വേറെ സം ബിഗ് സ്റ്റഫ് അല്ലേ?
ഞാൻ ഇത് ആലോചിച്ചിട്ടുണ്ട്, സ്കേർട്ടാണ് ഇത് സ്കേർട്ടാണ്. ഇത് കൊള്ളാം. ഓസിക്ക് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നെറ്റും മൈ ചേച്ചി മിസ്സിംഗ് ഹർ. ആ പാനൊന്നും കൊണ്ടുവന്നേ. ആ പാനിന്റെ കളർ സൂട്ട് ഇട്ട് സ്റ്റോപ്പ് മോഡ് അല്ലേ? നോക്ക് 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 നോക്ക്. അത് ചെയ്ത് ഇത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. ഈ പാൻ കുറച്ച് തല മാറ്റ്. ആ ഗൈസ്, നമ്മൾ ഫുഡ് കോർട്ട് വന്നു. അതിന് ഇവിടുത്തെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ്, ഇറ്റ്സ് കോൾഡ് ഫ്ലെയിം ആൻഡ് ഗോ. യെസ്, അത് ട്രൈ ചെയ്യാൻ നമ്മളിന്ന് വന്നു. ഐ എം നോട്ട് ഷുവർ ഇവിടെ തന്നെ കയറുമോ എന്ന്, ബട്ട് യാ മോസ്റ്റ്ലി ഇവിടെ ആയിരിക്കും. ബട്ട് ലെറ്റ് മീ ഗോ സി. ഐ സോ ദ മെനുവിൽ ഡൈനമൈറ്റ് പ്രോൺസ് ആൻഡ് ഐ ലവ് ദാറ്റ്. ഡൈനമൈറ്റ് പ്രോൺസ് കഴിച്ചു. PF ചാങ്സ് എന്നാണ് ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ഇവിടെ ഇല്ല, ഇറ്റ്സ് വേറെ സ്ഥലത്ത് കൊണ്ട്. സോ നമുക്ക് പോയി നോക്കാം. മെനു സെറ്റ് ആവുകയാണെങ്കിൽ വിൽ ഹാവ് ഫുഡ് ഫ്രം ദർ ഓർ എൽസ് have food from somewhere else, and then we might go to Fantura. I'm not sure. Yes. So my all-time favorite dynamite prawns. എങ്ങനെയുണ്ട്? Good. Good. That's very good. What noodles are they? Lo mein. Let's try it. കൊള്ളാമല്ല. ഇവന്റെ എക്സ്പ്രഷൻ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എടുക്കാൻ പറ്റില്ല. കുറച്ച് ചൂടുണ്ട്. കൊള്ളാമല്ലേ? സൂപ്പർ. Hi guys, I'm loving this. ഞാൻ നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ കൂടെ I'm having the broccoli with beef and rice. So good. So good, guys. What's that? I know what it's good. Sorry, just number 4 on stage. 5. ദാപ്പുറത്ത് ഇവിടെ. ഓ, ഇവന്റെ പൊക്ക അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ വെക്കണം. No, it's good to be very tall. എനിക്ക് പൊക്കം ഇല്ലെന്നേ ഉള്ളൂ. വണ്ടൂര് നമുക്ക് ഒരു റൈഡ് പോവാം. ഓ, എന്റെ തല. Let's play this. എനിക്കും കളിക്കണം. എന്റെ പേരെന്താടാ? ഡാഷിംഗ് കാർ പോവാണ്. സോ പ്ലീസ് ഗോ. ഡാഷിംഗ് കാർ വാസ് ഭയങ്കര ഫൺ, സോ മച്ച് ഫൺ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇറ്റ് വാസ് സോ ഫൺ. നമ്മൾ ഇന്ന് റോളർ കോസ്റ്റർ പോകുന്നു. ഇവ പറയാം, എനിക്ക് വണ്ടി ഓടിക്കാൻ നല്ല കഴിവുണ്ടോ? ഞാൻ ഇതിലൂടെയല്ലേ മനസ്സിലാക്കുന്നത്. പിടിക്കാൻ സുഖമല്ല, ഭയങ്കര വെയിറ്റാ. ഞാൻ ഒന്ന് വീഴാൻ പോയി. ശരി, റഹീനയാണ് അടുത്തത്. എന്താണ് മുത്തേ? ദണ്ട ആ വഴി എക്സിറ്റ് ഉണ്ട്, പൊക്കോ. മോശം മോശം മോശം. അവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, പൊക്കോ. എന്താണ്
മയർക്ക് ഭയങ്കര ഇത് കയറി ഇത് ചെയ്യാൻ ഹയസ്റ്റ് പോകാൻ വേണ്ടി എല്ലാവർക്കും ഇത് കയറി. റോളർ കോസ്റ്റർ പോകാൻ പോണേ. ഇത് കുഞ്ഞ് റോളർ കോസ്റ്റർ, നോട്ട് ലൈക്ക് ദ ബിഗ് അമ്യൂസ്മെന്റ് പാർക്ക്. പോവാം. റെഡി? ഇഷ്ടമുള്ള റൈഡ് കയറാൻ പോകുന്നത്. ഈ റൈഡ് കയറുമ്പോൾ പക്ഷെ ഇന്ന് കയറാൻ തോന്നുന്നു. ഞാൻ ലാസ്റ്റ് എങ്ങനെ ഒരു വർഷം മുമ്പായിരുന്നു. ഇറ്റ് വാസ് വെരി ഫണ്ണി. ഇവരുടെ കൂടെ കയറിയതാണ്. ഇതൊന്ന് വെച്ചേക്കോ. ഇങ്ങനെയാണ് പോകുന്നത്. മേ ബി അത് വേറെ ആംഗിൾ ഒന്നും എടുക്കാൻ പറ്റുമോ? അതുകൊണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റ് തന്നെ കുറച്ചൊന്ന് സോൾവ്. ക്ലോസപ്പ് ചേട്ടാ ബിഗിനിങ് പേ ചെയ്തോ. വേണ്ടല്ലോ ഇവിടെ ഫുഡ് കഴിക്കാം. ചിക്കൻ ലോലിപോപ്പ് ടേസ്റ്റ് ഇറ്റ് നൗ. Flamingo was good. Flamingo was good. Definitely. ഹായ് ഗൈസ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള കാർ യാത്രയാണ്.
സോ ഗൈസ് എന്നെ യൂഷ്വലി ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കാറിലൊന്നും വിടത്തില്ല. അമ്മ അല്ലെങ്കിൽ ഡ്രൈവർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് വേറെ എവിടെയും പൊക്കൂടാ. സോ യൂഷ്വലി നമ്മൾ അങ്ങനെയാണ്. എന്നെ ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ ഞാൻ ചോദിച്ചു, എനിക്ക് ആക്ച്വലി ലുലു വരെ പോയിട്ട് എൻ്റെ ഡ്രസ്സ് കളക്ട് ചെയ്യാനായിരുന്നു. ഇവർക്കും ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ വരെ പോയിട്ട്. നമ്മുടെ ഫുൾ പ്ലാനേ ലുലു ആയിരുന്നു. ഫുൾ ക്യാൻസൽ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഡ്യൂ ടു സർട്ടൺ സർക്കംസ്റ്റാൻസസ് നമ്മളെ പ്ലാൻ ചേഞ്ച് ആയി. അപ്പോൾ നമ്മൾ ഓറിയന്റൽ സ്പൈസ് ഫുഡ് കഴിക്കാൻ വന്നു. ആൻഡ് ദെൻ എന്തുവാ നമ്മൾ ലുലുവിലേക്ക് പോകും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയിലൊക്കെ ഇരുന്ന് പോയത്. അഫ്സലാണ്, ബാക്കിലെ ഭരച്ചേട്ടനുണ്ട്. ആദ്യം ഇങ്ങനെ ഒരു പ്ലാൻ വർക്കാണ്. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. ആൻഡ് വണ്ടിയുടെ ഫ്രണ്ടിലൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. ഇത് അമ്മയുടെ സീറ്റാണ്. അപ്പോൾ എനിക്ക് വണ്ടിയുടെ ഫ്രണ്ടിലും കൂടെ ഐ എം വെരി എക്സൈറ്റഡ്. സോ നമ്മൾ ലുലു പോയിട്ട് കളിക്കാം. ഒന്നുമില്ല, എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സ് കളക്ട് ചെയ്യാനുണ്ട്. എനിക്ക് പോകുന്ന ട്രിപ്പുണ്ട്, സമ്മർ വെക്കേഷന് പോകുന്ന ട്രിപ്പിന് ഇടാനുള്ള ഡ്രസ്സാണ്. ഇന്നലെ കളക്ട് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മളിങ്ങനെ ലുലു നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത് നാളെ 2 അസൈൻമെന്റ് വെക്കാറുണ്ട്. അപ്പൊ ഇവനും ഓർത്തു, ഇവനും 2 അസൈൻമെന്റ്. അപ്പൊ ഇവനും ഓർത്തു, ഇവനും അസൈൻമെന്റ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ലുലു നാളെ 2 അസൈൻമെന്റ്. സ്റ്റുപ്പിഡ് കിഡ്സ് ഗൈസ്. നമ്മൾ വീട്ടിൽ പോയി ചെയ്യുന്ന ആരെയൊക്കെ ഹൈപ്പർ മാർക്കറ്റിലാണ്. എനിക്ക് ദാഹിച്ചു. അപ്പൊ ഞാൻ കുടിക്കാൻ പോകുന്ന ജ്യൂസ് വേണം. ഒരു ബോട്ടിൽ മോഗുന്റെ ലിച്ചി ഫ്ലേവർ ആയില്ല. കുഞ്ഞിലെ തൊട്ട് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവരുടെ സ്ട്രോബെറീസ് ഓൾസോ നൈസ്, ആപ്പിൾസ് നൈസ്, എവറിത്തിങ് നൈസ്. പക്ഷേ ഇത് ശരി. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. ഇന്ന് സോർപ്പങ്ക് കണ്ടു, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ചുപ്പാ ചിപ്സിന്റെ ബൈറ്റ്സ് കണ്ടപ്പോൾ ഞാൻ 2 പാക്കറ്റ് എടുത്തു. എനിക്ക് സോർപ്പങ്കിന്റെ സ്ട്രോബെറി, ഗ്രീൻ ആപ്പിൾ. ഓക്കെ, ഗുഡ്. വി ആർ ബിഗ് ഫാൻസ് ഓഫ് സോർ കാൻഡീസ്. ഞാനിവിടെ ചെരുപ്പ് ട്രൈ ചെയ്യുകയാണ് ഫോർ മൈ വെക്കേഷൻ ട്രിപ്പ്. ഇവരൊക്കെ പറയുന്നത് കൊള്ളാമേ. ഇത് ഐ മൈറ്റ് ടേക്ക് ദിസ് വൺ, ഇറ്റ്സ് ക്യൂട്ട്. അതിൻ്റെ കൂടെ ഗൈസ് ഞാൻ ഇതെടുക്കണോ അതോ ഇവളെ എടുക്കണോ? ചുപ്പാ ചിപ്സിന്റെ സോർ ബൈറ്റ്സ്. ഞാൻ സോർ ബെൽറ്റ്സിന്റെ ബിഗ് ഫാനാണ്. ഞാനും ഇഷാനിയും സോർ ബൈറ്റ്സ് പണ്ട് കഴിക്കുമായിരുന്നു. ബട്ട് കുറേ കാലമായി. കടയിൽ കണ്ടു, സം സോർ പങ്കും മേടിച്ചു. Let's have some sour bites. They look like this, so cute. ഇതിന്റെ അതിനേശം ഈ സൈഡ് പഠിച്ചില്ല. എല്ലാം പഠിച്ചത്. വീട്ടിലെത്തി. ഹായ് മുത്തേ. ആ നമസ്കാരം. ഉണ്ടോ? ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ വന്നു. സൂപ്പർ ആയിരുന്നു. ഇവിടെ അല്ല ഇപ്പൊ ഈ ഹൈഫൈ ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ വീട് കണ്ടു, ചായ കുടിച്ചു. പോകോ? നാളെ കോളേജ് വെച്ച് കാണാം. ലാസ്റ്റ് ഡേ. ഓ മൈ ഗോഡ്. Oh no, can't believe this. And first year college vlog തൊട്ട് you were there അവിടെ. People will miss. Hi guys, നമ്മുടെ കുട്ടിയുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ. അപ്പോൾ എനിക്ക് ഇന്നാണ് കുറച്ച് മാർക്കൊക്കെ കിട്ടിയത്. അപ്പം കുട്ടിയെ വന്ന് അറിയിച്ചു. എനിക്ക് കുറേ കാലത്തിന് ശേഷം 70 ഒക്കെ കിട്ടണേ. ഐ മീൻ 80ലാണ് 70. എനിക്ക് ലൈക്ക് സ്കൂളിൽ പോലും അത്രയും മാർക്ക് കിട്ടിയിട്ടില്ല. ഐ മീൻ 12th സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഇത് ട്രാവൽ ആൻഡ് ടൂറിസം. നമുക്കിത് കിട്ടുന്ന പറഞ്ഞാൽ കുറച്ച് ടെൻഷനാണ്. പക്ഷെ ഞാൻ ഈ പേപ്പറാണ് വൺ ഓഫ് ദ ഏറ്റവും നല്ലപോലെ എഴുതിയത്. ബാക്കിയൊക്കെ കുറച്ച് എനിക്കറിയാം. ഇത് നല്ലതാണ്. നല്ലപോലെ എഴുതുകയും ചെയ്ത് നല്ലപോലെ മാർക്ക് കിട്ടി. സോ ഐ എം ഹാപ്പി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത 1.5 ദിവസം എന്താ ചെയ്യാൻ പോകുന്നത്? കോളേജിൽ നമുക്ക് മാക്സിമം വ്ളോഗൊക്കെ എടുക്കാം. മെമ്മറീസ് എന്ത് ചെയ്യാൻ. ഫസ്റ്റ് ഇയർ പരിചയമില്ലേ ഞാൻ. എന്തിനു വെറുതെ കാര്യമൊന്നും പ്രത്യേകിച്ചില്ല. സെക്കൻഡ് ഇയർ തന്നെയായിരുന്നു നല്ലത്. തേർഡ് ഇയർ ഇങ്ങനെ പോകും. സെക്കൻഡ് ഇയർ ഇങ്ങനെയാണ് പോയത്. ബട്ട് whatever. ഫസ്റ്റ് ഇയർ ഇഴഞ്ഞാണ് പോയത്.
ആൻഡ് ഫസ്റ്റ് ഇയറിൽ അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു ഒരു പോയിന്റ് ആയപ്പോഴത്തേക്ക്. സെക്കൻഡിൽ ഫ്രണ്ട്സ് ഉണ്ട്. സെക്കൻഡ് ഇയർ പോയത് സ്പീഡിലായിരുന്നു. എനിവേസ് ലഞ്ച് ഉണ്ടോ? കഴിക്കണം. ഞാൻ ലഞ്ച് കഴിക്കട്ടെ. ഹായ് ഗൈസ്, എനിക്ക് എൻ്റെ അടുത്ത പേപ്പർ കിട്ടി. റീഡിങ്സ് ലിറ്ററേച്ചർ ആയിക്കോട്ടെ 72. ഇതാ നോക്ക്. I can't believe 73. Deva, how much did you get out? Proud. 70 Hi guys. എൻ്റെ കോളേജൊക്കെ അടച്ചു. ഡേ ആഫ്റ്റർ വി ആർ ഗോയിങ് ഓൺ എ ട്രിപ്പ്, ഫാമിലി ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ മുമ്പ് അതല്ലേ പിന്നെ ഞാൻ കോളേജ് അടയ്ക്കാതെ ട്രിപ്പിന് വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ലുലുവിൽ ഫണ്ടൂരൊക്കെ പോകുന്നത്. അപ്പോഴത്തേക്ക് ഫ്രണ്ട്സിൽ ആർക്കും വരാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ ഓസി അശ്വിൻ ഫണ്ടൂർ അല്ല ലുലു പോകണമെന്ന് കേട്ടപ്പോൾ പക്ഷേ നിങ്ങൾ വാ. അപ്പോഴത്തേക്ക് ഇഷാനി സൈഡ് അപ്പോൾ ഇഷാനി വാ, എല്ലാവരെയും വിളിക്ക്. പ്ലാൻ ചെയ്തപ്പോഴും പോവുക എല്ലാവരും. എവിടെ വിത്തോടെ I'm out of focus. Oh, wait. Still. We're going to Ulul Mall. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പക്ഷേ പറയും ഭയങ്കര ഓവറാണ് ഈ ഔട്ട്ഫിറ്റ്. സ്കേർട്ടൊക്കെയാണ്. അപ്പോൾ എൻ്റെ കൂടെ സോക്സ് ഒക്കെ ഇങ്ങനെ ഇടാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഞാൻ ചോദിച്ചു സോക്സ് കൊള്ളാം. പക്ഷേ ലൈക്ക് ഐ ഡോണ്ട് നോ, ജസ്റ്റ് ഡോണ്ട് ആസ്ക് മീ. കാരണം കുറേ നേരിട്ട് ശല്യപ്പെടുത്തുവാണ്. സ്റ്റിൽ നമ്മളൊരു 30 minutes എത്തും. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആ ടൈമിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നു. നോക്കി ദേവനതി വന്നു. ഹായ് ദേവൻ. അത് കൊള്ളാം. എനിക്ക് ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടില്ല. കാണിച്ച് നമുക്ക് ഭയങ്കര ബന്ധമുണ്ടല്ലേ. കാശ്മീരിന്ന് മേടിച്ചോളൂ. എനിക്ക് നമുക്ക് ഭയങ്കര ബന്ധമുണ്ട്. കൊള്ളാം. 3 ഏരിയയിലേക്കാണ് പോകുന്നത്. ഹായ് ഗൈസ്, നമ്മളിപ്പോ എൻ്റെ ബാങ്ക്സ് ഞാൻ മാറ്റി. നേരത്തെ ക്ലിപ്പിലെ ബാങ്ക്സ് ഉണ്ടായിരുന്നു. ബാങ്ക്സ് ബോറാണെന്ന് തോന്നി. ഞാൻ ബാക്ക് ടു ലുലു. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ആൻഡ് ഗോ ഇവിടെ വന്നു. കുറച്ച് സ്നാക്ക് കഴിച്ച് ഫണ്ട് വരെ പോകുമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഐ വാസ് വെരി ഗ്രീലി. നമ്മുടെ മെയിൻ ഡൈനമൈറ്റ് പ്രോൺസ് ഉണ്ട്. ഞാൻ സൈഡില്ല. ഓക്കെ, അത് വേണ്ട കുഴപ്പമില്ല. അത് ഇതുണ്ട്. പിന്നെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ക്യാമറ നിൽക്കും കേട്ടോ. നമുക്കിനി ഇത് കഴിക്കാം. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ അതർ കിഡ്സ് കം, ദെൻ വിൽ ഗോ ടു ഫണ്ടൂറ. ഫണ്ടൂറ എത്തി ഗൈസ്. ഞാൻ വീണ്ടും ബാങ്ക്സ് വെച്ചു. ഈ കുട്ടി പറഞ്ഞു ബാങ്ക്സ് എനിക്ക് ചേരുന്നുണ്ടെന്ന്. കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേർ വ്ളോഗിലൊന്നും വരുന്നത് ഷൈ ആണ്, ക്യാമറ ഷൈ ആണ്. അപ്പോൾ ഇഷാനി ഉണ്ട്, അർജുനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ കളിക്കാൻ പോവാണ്. ഓസി അശ്വിൻ ഇപ്പോൾ വരും. ഐ ആം എക്സൈറ്റഡ്. തുടങ്ങി ഓസി പൊളിയായിട്ട് കളിക്കുവാണ്. ഭയങ്കര നിങ്ങളെല്ലാരും കിടിലോട്ടല്ല. കുജു സ്ട്രൈക്ക് മാസ്റ്റർ, മിണ്ടണ്ട. ഓക്കെ, കുറച്ച് പേര് ട്രൈ ആണ്. ഞാനാണ് ലോവസ്റ്റ് ആസ് യൂഷ്വൽ. പെറിയും ഓക്കെ. ആ കൈ നോക്കിയോ. ഓക്കെ, ഇനി ഫോക്കസ്. അല്ല പോന്ന് നോക്ക്. ഹലോ, വ്ളോഗിൽ ഗോയിങ് ഫോർ ഡാഷിംഗ് കാർ ചെയ്യാൻ പോയത്. പക്ഷെ വീഡിയോ അലൗഡ് അല്ല. ഇനി ഞാൻ വീഡിയോ എടുക്കത്തില്ല. ഒരുപോലെയല്ലേ ഗോയ്സ്? ആണ് ഗോയ്സ്. അടുത്തേക്ക് ഫ്രണ്ടിലേക്ക് വാ. ശരി, ചിരിക്ക്. രണ്ടുകൂടി ചിരിച്ച് ചിരിക്ക്. Okay guys, appo last day of the college, signing off. It's kind of sad. Yeah, it's kind of sad. ഞാൻ ഇവിടെ കോളേജിൽ വരുമ്പം
ചേട്ടൻ സീനിയർ തേർഡ് ഇയർ ഒക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഇനിയിപ്പോൾ ആരുമില്ല. ഇറ്റ്സ് റിയലി സാഡ്. ഞാനേതാ തേർഡ് ഇയർ ആവാൻ പോകുന്നു. സൂപ്പർ സീനിയർ എന്ത് ഒരു കാര്യമില്ല. വി വിൽ മിസ് മൈ ജൂനിയർ. ഈ വി ആരാണ്? അതെ അതെ അതെ. നേന അവിടെ ദൂരെ എവിടെ നിന്നോ ആയി പറയണു. പക്ഷെ എന്നെ വിളിക്കാൻ വന്നു. എനിക്ക് ഓജൻ്റായിട്ട് പോയേ പറ്റൂ. ആൻഡ് ഇന്ന് ഞാൻ മാസ്ക് വെച്ച് ഞാൻ അലർജി ഓൺ മൈ ലിപ്സ്. അല്ലെങ്കിൽ വെറുതെ മാസ്ക് ഒന്നും വെക്കില്ല. സോ രണ്ട് വാക്ക് എനിക്കിനി തേർഡ് ഇയറിലേക്ക്. തേർഡ് ഇയർ പോകുന്ന ഹൻസിക്ക് 2 വാക്കുകൾ. നല്ലപോലെ പഠിക്കുക. പിന്നെ ഒന്നുമില്ല, ആവശ്യമില്ല. എനിക്കപ്പോ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിൽക്കുക. ഫ്രണ്ട്സ് ഒക്കെ നിനക്ക് ഉള്ളവരുണ്ടല്ലോ, നമ്മളാരും പോകുന്നില്ലല്ലോ. കോളേജിൽ നമുക്ക് വരുന്നില്ലെന്നല്ലേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ തന്നെ. ഓക്കെ ഡൺ. അതുകൊണ്ട് എന്തെങ്കിലും കാണാം നമുക്ക്. കോളേജ് വ്ലോഗിന്റെ ഇടയിൽ നമുക്ക് ഞാൻ ഒരു ദിവസം വെളിയിലൊക്കെ വന്ന് നമുക്ക് കാണാം. ഷുവർ. ഷുവർ. ഓക്കെ ബൈ. ബൈ.